ശ്രീ എ കെ ഷാനിബ്, കെ സുധാകരൻ എന്ന വലിയ രീതിയിൽ പ്രവർത്തകർ കൊണ്ടാടിയിരുന്ന, എന്നാൽ ആ സിസ്റ്റത്തിൻ്റെ പരാജയത്തിൽ വീണുപോയ ഒരു പ്രസിഡന്റ്, KPCC അധ്യക്ഷൻ, അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തെ മൂലക്കിരുത്താൻ ചിലർ ശ്രമിക്കുന്നുവെന്ന്, ഒരു നേതാവ് അതിന് പിന്നിലുണ്ടെന്ന്. ആരാണ് ആ നേതാവ്? ആരായിരിക്കാം ആ നേതാവ്? കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇത്തരത്തിലുള്ള ഓരോ വാർത്തകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കോൺഗ്രസ് പാർട്ടിയിൽ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ മുൻപും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന കാലത്തും പാർട്ടിക്കകത്ത് ഗ്രൂപ്പുകളും വിഭാഗീയതയും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ്. പക്ഷെ ഇപ്പോ ആ പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഈ പാർട്ടി സിസ്റ്റം ഇല്ലാത്തതിന്റെ കുറ്റം മുഴുവൻ ഏതെങ്കിലും ഒരു നേതാവിന്റെ തലയിൽ കൊണ്ടുപോയി തള്ളി ആ നേതാവിനെ ഇല്ലാതെയാക്കി, ആ നേതാവിനെ മാറ്റിയാൽ ഇതെല്ലാ പ്രശ്നങ്ങളും മാറും എന്ന തരത്തിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്ന അങ്ങനെ ഒരു മാറ്റത്തെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്ന് പറയുന്നു. ചില ആളുകൾ പേരുകൾ പുറത്തേക്ക് വിടുന്നു. ജാതീയമായ മതപരമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോ പേരുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കണ്ണാടി നന്നാവാത്തതിന് മുഖം നന്നാവാത്തതിന് കണ്ണാടി ഉടച്ചു കളയുന്നത് പോലെയാണ് ഇപ്പോ അവർ ഇങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കെ സുധാകരൻ എന്ന് പറയുന്ന KPCCയുടെ പ്രസിഡന്റിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് തോന്നരുത്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം KPCC പ്രസിഡന്റ് ആയ സമയത്ത്, ചാർജ് എടുത്ത സമയത്ത് ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. എനിക്ക് DYFIയുടെ ഒരു സാധാ പ്രവർത്തകരായി പ്രവർത്തിക്കുകയാണ്. പക്ഷെ അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് CUC എന്ന പേരിൽ ഒരു കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി എന്ന പേരിൽ ഒരു പുതിയ ആശയം, ഒരു സെമി കേഡർ സംവിധാനം പാർട്ടിയിൽ കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു പുതിയ നവീനമായ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നു. അതുമായി ബന്ധപ്പെട്ട് ശില്പശാലകൾ നടത്തി. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കൃത്യമായ വിഷൻ ഉണ്ട് എന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഒരു പകുതി എത്തിയപ്പോഴാണ് പല നേതാക്കൾ ഇടപെട്ടുകൊണ്ട് അതിനെ ഇല്ലാതാക്കുകയും അങ്ങനെ കെ സുധാകരൻ ഈ പാർട്ടിയെ നന്നാക്കണ്ട എന്ന നിലയിലുള്ള ഒരു കാഴ്ചപ്പാടുമായി കുറെ നേതാക്കൾ കടന്നു വരുന്നത്. ഞാൻ വ്യക്തിപരമായ എന്റെ വൈരാഗ്യത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്ദേശത്തിന്റെ പുറത്തോ പറയുന്നതല്ല. VD സതീശൻ ആ പാർട്ടിയുടെ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ആ പാർട്ടിയിൽ മറ്റൊരാളെയും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനേ കഴിയില്ല. അദ്ദേഹം ഏതെല്ലാം തരത്തിൽ ഈ KPCC പ്രസിഡന്റിനെ അപമാനിക്കാൻ കഴിയുന്നുവോ അതെല്ലാം അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പത്രസമ്മേളനത്തിൽ ഒരു ചോദ്യം, ഇംഗ്ലീഷിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോ അത് മനസ്സിലാകാത്ത KPCC പ്രസിഡന്റ് എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ എന്നോടല്ല താങ്കളോടാണ് എന്ന നിലയിൽ വളരെ അപമാനിച്ച് അദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ട് എന്ന മട്ടിൽ. അതുപോലെ തന്നെ പത്രസമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ശരീരഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. KPCC പ്രസിഡന്റിന്റെ അടുത്ത് പ്രതിപക്ഷ നേതാവ് നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ KPCC പ്രസിഡന്റ് എന്തോ അബദ്ധം പറയുന്നു എന്ന മട്ടിലൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി, ഞാനതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു പാർട്ടിയുടെ എല്ലാ അടിത്തട്ടിലുള്ള പ്രവർത്തകർ മുഴുവൻ ചോർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അതിനൊരു സംവിധാനം ഇല്ലാതിരിക്കുമ്പോൾ, ബൂത്ത് കമ്മിറ്റികളില്ലാതെ, വാർഡ് കമ്മിറ്റികളില്ലാതെ, മണ്ഡലം കമ്മിറ്റികളില്ലാതെ, ബ്ലോക്ക് കമ്മിറ്റികളില്ലാതെ, DCC കമ്മിറ്റികൾ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സംവിധാനമായി ഒരു പാർട്ടി നിലനിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു പ്രശ്നത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഓർമ്മക്കുറവാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രായത്തെ അവഹേളിച്ചുകൊണ്ട് ഒറ്റപ്പെടുത്തി ഇത് അദ്ദേഹത്തെ ഇല്ലാതെയാക്കാൻ പാർട്ടിയെ രക്ഷപ്പെടുത്തി കളയാമെന്ന ആഗ്രഹത്തിന്റെ പുറത്തോ ചെയ്യുന്നതായി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആ പാർട്ടി നന്നായിക്കൊള്ളണമെന്ന നിർബന്ധത്തിന്റെ പുറത്ത് പറയുന്നതല്ല. പക്ഷെ ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പൂർണ്ണമായി നശിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല ഞാൻ. ഈ രാജ്യത്ത് കോൺഗ്രസ് പോലെയുള്ള ജനാധിപത്യ പാർട്ടികൾ അതിൻ്റെതായ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ VD സതീശൻ തന്നെയാണ്, VD സതീശൻ മാത്രമാണ് ഇതിന് പിന്നിൽ. KC വേണുഗോപാലിന്റെ റോൾ എന്താണ് ഈ വിഷയത്തിൽ? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് VD സതീശന് അടുത്ത തവണ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരണമെന്ന ആഗ്രഹമാണ്. എന്നാൽ അടുത്ത തവണ 40 സീറ്റിനപ്പുറത്തേക്ക് UDFന് കിട്ടാനുള്ള യാതൊരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അതൊന്നും ചിന്തിക്കാതെ
അധികാരത്തിൽ വരണം, ഞാൻ മുഖ്യമന്ത്രിയാകണം എന്ന ആഗ്രഹത്തിന്റെ പുറത്ത് മാത്രം മുന്നോട്ട് പോവുകയും എന്നാൽ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ അന്ന് പിന്നെ ഒരു തവണ പറഞ്ഞു ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് ആണ് വി ഡി സതീശൻ എന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ കണക്കുകൾ പറയുന്നില്ല. UDF നിരന്തരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന മട്ടിൽ വി ഡി സതീശൻ പറയുകയും ഞാൻ ഒരു ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് ആണ് എന്ന് സ്വയം അഭിമാനിക്കുകയും തെരഞ്ഞെടുപ്പിന്റെ കാലത്തൊക്കെ നമ്മൾ കാണേണ്ടായി. തീർച്ചയായും ഞാൻ ഷാനിബ് ഞാൻ തിരിച്ചെത്താം.